ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കർണാടകയിൽ നിന്നും വന്ന വാർത്ത എന്ന് പറയുന്നത് 2 MLA-മാർ കോൺഗ്രസിന് പിന്തുണയുമായി രംഗപ്രവേശനം ചെയ്തു എന്നുള്ളതാണ്. അതായത് MDB നാഗരാജും അതുപോലെ തന്നെ രാമലിംഗ റെഡ്ഡിയും. ഈ 2 പേർ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് ഒടുവിൽ കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തയാണ്. അത് വലിയ ഊർജമായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് JDS സർക്കാരിന് നൽകിയിരുന്നത്. കാരണം പതനത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ 2 പേർ തിരിച്ചു വരാൻ തയ്യാറാണെന്ന് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. 2 പേരുടെയും തിരിച്ചുവരലിന് കാരണക്കാർ DK ശിവകുമാറിന്റെ ശക്തമായ ഇടപെടൽ, ഉപമുഖ്യമന്ത്രി G പരമേശ്വര, ഗ്രാമീണ വികസന മന്ത്രി കൃഷ്ണ ബൈരഗൌഡയും ഈ 3 പേർ, അതുപോലെ തന്നെ മറ്റു ചില നേതാക്കളും MDB നാഗരാജിന്റെ വീട്ടിൽ പോയി നാഗരാജിനെ കാണുകയും നാഗരാജുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു തീർക്കുകയും ചെയ്തു. നാഗരാജ് എന്ന് പറയുന്നത് MLA-മാരിലെ കോടീശ്വരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ നാഗരാജ് രാജി പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു, രാമലിംഗം രാജി പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. 2 പേരും രാജി പിൻവലിക്കാൻ തയ്യാറാണെന്നായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് കർണാടകയിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 2 പേരുടെ കൂടെ മറ്റു 2 പേർ കൂടി കടന്നു വരുന്നു. അങ്ങനെ 4 പേർ കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിനെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ 4 പേർ എന്ന് പറയുന്നത് റോഷൻ ബെയ്ഗും K സുധാകരുമാണ്. മറ്റുള്ള 2 പേരോടൊപ്പം കടന്നു വരുന്ന ആൾ. റോഷൻ ബെയ്ഗ് എന്ന് പറയുന്നത് KC വേണുഗോപാലിനെ ബഫൂൺ എന്ന് വിളിച്ച് പരിഹസിച്ച ആളാണ്. എന്നാൽ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് റോഷൻ ബെയ്ഗും കടന്നു വരികയാണ്. ഒപ്പം MDB നാഗരാജിനോടൊപ്പം രാജിവെച്ച MLA ആണ് K സുധാകർ MLA. K സുധാകർ MLA-യും ഇപ്പോൾ നാഗരാജും രാജി പിൻവലിക്കാൻ തയ്യാറായതോടുകൂടി K സുധാകറും രാജി പിൻവലിച്ച് കോൺഗ്രസിനെയും JDS സർക്കാരിനെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ ഒരു ആശ്വാസത്തിലേക്ക് കടന്നു വരാൻ അവരും വന്നിരിക്കുകയാണ്. എന്തായാലും നിലവിൽ DK ശിവകുമാറിന്റെ പ്രയത്നം ഫലം കാണുന്നു. 4 പേർ കൂടി കടന്നു വന്നിരിക്കുകയാണ്. നേരത്തെ 2 പേരാണെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം മറ്റു 2 പേർ കൂടി കടന്നു വന്നതോടുകൂടി BJP-യുടെ ഓപ്പറേഷൻ താമര 8 നിലയിൽ പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ പോലും മുഴുവനായിട്ടുള്ള ഒരു പ്രതീക്ഷകൾ നൽകാൻ വേണ്ടി സാധിക്കില്ല. എന്തും സംഭവിക്കാം. കാരണം വാക്കുകൾ മുഖേനയാണ് ഇവർ 4 പേരും പറഞ്ഞിട്ടുള്ളത്. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ എല്ലാ കാര്യവും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും ഈ 4 പേരുടെ കടന്നുവരൽ വലിയ ആശ്വാസമാണ് കർണാടകയിൽ കോൺഗ്രസ് JDS സർക്കാരിന് സമ്മാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.